പാപം ചെയ്താൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം കുറയും. നമ്മളൊക്കെ പാപികളാണ്, അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് പാപം ചെയ്യാത്തവരായ സാലിഹ്യങ്ങളെയും തങ്ങളിപ്പാപ്പമാരെയും ബാവമാരെയും ബീവിമാരെയും ഒക്കെ സമീപിച്ച് തങ്ങന്മാരെ ഇടയാളന്മാരാക്കി അവരിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാം എന്ന ശൈത്താന്റെ മാർഗമാണ് ഇന്ന് ആളുകൾ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സാധാരണ വയലിൽ പറയുന്നതാണ്. ട്രാൻസ്ഫോമറും നമ്മുടെ വീട്ടിലെ ബൾബും ഉദാഹരണം പറഞ്ഞുകൊണ്ടും മന്ത്രിയും സാധാരണക്കാരനെയും ഉദാഹരിച്ചുകൊണ്ടും ഈ കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് ആളുകളെ പഠിപ്പിക്കുന്ന എന്താണ്? നമ്മൾ പാപികൾ, സാധുക്കൾ, നമുക്ക് അള്ളാഹിനോട് നേരിട്ട് ചോദിക്കാനോ അടുക്കാനോ കഴിയില്ല. അപ്പൊ നമ്മെ അടുപ്പിക്കാൻ ഇടയിൽ കുറച്ച് ആൾക്കാർ വേണം. അവരാണ് ഉസത്ത, ഇടയാളന്മാർ, മധ്യവർത്തികൾ. അതാരാ? ഔലിയാക്കന്മാർ, തങ്ങന്മാർ, ബീവിമാർ. ഇത് ഏത് ഇസ്ലാമാണ്? ഒരു ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹ് എന്താ പഠിപ്പിക്കുന്നത്? അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുക. ഞാൻ നിങ്ങളോട് അടുത്തവനാകുന്നു, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം എന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നു. ഇവിടെ എവിടെയെങ്കിലും നേരത്തെ പറഞ്ഞ 3 വട്ടം പാപം ചെയ്തിട്ട് 3-ാമത്തെ വട്ടം അള്ളാഹു നീ പോയിക്കോ, നിനക്ക് ഞാൻ പുറത്തു വന്നിരിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യനോട് അള്ളാഹു എന്റെ അടുക്കലേക്ക് ഇനി നേരിട്ട് വരണ്ട, നീ ഒരു ഇടയാളനെ കൂട്ടിയിട്ട് വാ, അബ്ദുൽ ഖാദിർ ജീലാനിയെ വസീലയാക്കിയിട്ട് വാ, മുഹമ്മദ് നബിയെ വസീലയാക്കിയിട്ട് വാ, അവരോട് പറയും അവരിലൂടെ നീ എന്റെ അടുക്കലേക്ക് വാ, എന്നാലും ഞാൻ പുറത്തു തരാം എന്ന് ഈ ഹദീസിലല്ല. ഏതെങ്കിലും 100 ആളെ കൊന്ന് എണ്ണം തികച്ച സെഞ്ചുറി നേടിയ ഒരാളുടെ കഥ ഹദീസ് പറയുന്നുണ്ട്. ഓനോടല്ല പറഞ്ഞോ, അവനോടല്ല പറഞ്ഞോ, 100 ആളെ കൊന്നലേ നിന്റെ പാപം ഞാൻ പൊറുക്കണമെങ്കിൽ ഒരു ഇടയാളനെ കൂട്ടണം? ഇല്ല, അങ്ങനെ ഒരു സംഭവമല്ല.